നമസ്കാരം. രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പോളിംഗ് സമയത്ത് ഏറ്റവും കൂടുതൽ ക്രമസമാധാന പ്രശ്നം വർദ്ധിക്കുന്നത് അത് ഉത്തർപ്രദേശിലും ബംഗാളിലും തന്നെയാണ്. വിവിധ ഘട്ടങ്ങളായിട്ടാണ് അവിടെ പോളിംഗ് നടക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഇക്കുറി ഒറ്റഘട്ടത്തിൽ കൊണ്ടുപോയി 288 സീറ്റുകളിലും നവംബർ 20 പോളിംഗ് നടത്തുകയും ശേഷം നവംബർ 23 വോട്ടെണ്ണുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു ഉണ്ടായത്. കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് സൗകര്യപൂർവ്വം തീയതി ഒരുക്കിയിരുന്നു എന്ന് തുടക്കം മുതൽ തന്നെ ഇന്ത്യ സഖ്യം ആരോപിച്ചതാണ്. അതിന് നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. നവംബർ 20 വൈകുന്നേരം 6 മണിക്ക് ശേഷം 7.83% അധിക പോളിംഗ്, അത് രാത്രി 11 മണിയായപ്പോൾ ഇലക്ഷൻ വെബ്സൈറ്റിൽ എങ്ങനെ അപ്ലോഡായി എന്നതാണ് പ്രധാന ചോദ്യമായിട്ട് ഉയരുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട അവസാന പോളിംഗ് ഫലം പുറത്തു വന്നപ്പോൾ 65% കുതിച്ചുയരുകയാണ് ഉണ്ടായത്. അസാധാരണമായിട്ടുള്ള നടപടിയായി 5.25 ലക്ഷം വോട്ടുകൾ എണ്ണിയിരുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു അസ്വാഭാവികത അത് വളരെ വ്യക്തമാണ്. ഓരോ മണ്ഡലത്തിലും 10 മുതൽ 15,000-ഓളം വോട്ടുകളുടെ വ്യത്യാസം ഇക്കഴിഞ്ഞ 4 മാസത്തിനിടയിൽ ഉണ്ടായിരുന്നു എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ സഖ്യം EVM നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞാൽ നവംബർ മാസം 11 സുപ്രീം കോടതിയിൽ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് സഞ്ജീവ് ഖന്ന എത്തുന്നത്. അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം കൃത്യമായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഈ തിരിമറിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. അതാണ് അവർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഹരിയാനയിലും വ്യക്തമായ തിരിമറി നടന്നിരുന്നു. അവിടെ ശരിക്കും ഭരിക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിയാണ് അവിടെയും സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിൽ മികച്ച ഭൂരിപക്ഷത്തിൽ മുന്നിട്ട് നിന്ന കോൺഗ്രസ് പെട്ടെന്നാണ് അവിടെ ഒറ്റയടിക്ക് താഴെ എത്തിയത്. അതും ഒരേ സമയത്ത് 5-ൽ കൂടുതൽ മണ്ഡലങ്ങളിൽ. വളരെ വലിയ രീതിയിലുള്ള സംശയമാണ് അതിന് പിന്നിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇത്തരത്തിലൊരു അട്ടിമറി നടക്കുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇത്തരത്തിലൊരു വ്യാപകമായിട്ടുള്ള തിരിമറി നടക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വ്യാപകമായിട്ട് തകരാറിലാകുന്ന ഒരു സാഹചര്യവും അതോടൊപ്പം അതിൻ്റെ സമ്പൂർണ്ണ പരാജയവുമാണ് ഇവിടെ ഇപ്പോൾ വെളിവായിരിക്കുന്നത്. അതായത് ഇത്തരം ഒരു വ്യവസ്ഥയിൽ പ്രധാന പാർട്ടികൾക്കൊന്നും തന്നെ വിശ്വാസ്യത ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം എന്ന ചോദ്യമാണ് ഉയരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇന്ത്യ സഖ്യം കാഴ്ചവെച്ചതാണ്. അത് BJPക്ക് ഏറ്റ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. ആ തിരിച്ചടിയുടെ ആഘാതം അത് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ 4 മാസത്തിനിടയിൽ വലിയൊരു അട്ടിമറി മഹാരാഷ്ട്രയിലും ഹരിയാനയിലും പയറ്റിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഒരിക്കലും ഇരു സംസ്ഥാനങ്ങളിലും ഭരണം കൈക്കലാക്കാൻ BJPക്ക് കഴിയില്ല എന്നത് വ്യക്തമാണ്. EVMലെ തിരിമറി സംബന്ധിച്ച വിവരം ഇന്ത്യ മുന്നണി സുപ്രീം കോടതിക്ക് മുൻപാകെ ഹാജരാക്കുമ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുക തന്നെ വേണമെന്നാണ് അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇന്ത്യ മുന്നണി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കോടതി ശരിവെക്കുമോ, അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനം എന്തായിരിക്കും എന്നതാണ് ഇനി രാജ്യം വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.